കൽപ്പനകളുടെ സാരാംശം എന്താണ്? 10 കൽപ്പനകളുടെ സാരാംശം എന്താ? ദൈവത്തെ സ്നേഹിക്കുക, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ഇപ്പോൾ നമ്മൾ എളുപ്പം പറയാറില്ല, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ഒന്ന് ചിന്തിച്ച്, നിന്നെ പോലെ, അതായത് എന്നെ പോലെ എൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. അപ്പം എനിക്ക് എന്നോട് തന്നെ സ്നേഹമുണ്ടോ? എന്താ നമ്മളെക്കുറിച്ചുള്ള ഒരു 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 വിലയിരുത്തൽ? അതാദ്യം ഉണ്ടാകണം. അവിടെ പറയണ എന്താ? നിന്നെ പോലെ നിന്റെ അയൽക്കാരൻ. അപ്പം നീ ആരാ? ഞാൻ ദൈവത്തിൻ്റെ വാത്സല്യമുള്ള ഒരു മകനാണ് എന്ന് എനിക്ക് മനസ്സിലായാൽ, എന്നെ ദൈവത്തെ പോലെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യം. ഇനി നമ്മൾ പഠിക്കണം എന്താണ് ഈ ഛായയും സാദൃശ്യം എന്ന് പറഞ്ഞാൽ. എന്താണ് ഈ ഛായ, എന്താണ് ഈ സാദൃശ്യം എന്നുള്ള ഒരവസ്ഥ എന്താണെന്ന് നമ്മൾ അറിയാൻ നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ ഒരു അഭിമാനം എന്ന് പറയും, ഒരു ഡിഗ്നിറ്റിക്ക് മലയാളം എന്താ? അഭിമാനം, മതിപ്പ്. നമുക്കൊരു ഡിഗ്നിറ്റി ഉണ്ട്. എന്താ നമ്മുടെ ഡിഗ്നിറ്റി? നമ്മൾ ദൈവത്തിൻ്റെ ഛായയിൽ സാദൃശ്യത്തിൽ. ആ ഡിഗ്നിറ്റി നമുക്കുണ്ടാ, അത് നമ്മൾ അറിയുമ്പോഴാണ് ഈ അടുത്ത ആളും അതേ ഡിഗ്നിറ്റി ഉള്ള ആളാണ്. നമ്മൾ അദ്ദേഹത്തിനെ പരിഗണിക്കണം. അവനൊരു ഭിക്ഷക്കാരനായാലും അവനെ വീട്ടിൽ കയറ്റിയിരുത്തി ഇച്ചിരി ഭക്ഷണം കൊടുക്കാൻ നമുക്ക് തോന്നണം. എന്ത് തോന്നണം? അവനിപ്പോൾ ഒരു ഭിക്ഷക്കാരനാണ്. നമ്മളിപ്പോൾ പണക്കാരനായത് നമ്മുടെ കഴിവുകൊണ്ട് വല്ലതുമാണോ? ഒരുപക്ഷെ നമ്മളും നാളെ ഭിക്ഷക്കാരനാകാൻ പാടില്ല. അവനൊരു ഭിക്ഷക്കാരനായി പോയി. അവനെ നമ്മൾ മനസ്സിലാക്കുകയാണ് കർത്താവിൻ്റെ സാദൃശ്യത്തിലും ഛായയിലുമാണ് അവനെ അവിടെ അവൻ്റെ പാത്രത്തിൽ തൊടാണ്ടിച്ചിരി ഭക്ഷണം ഇട്ട് കൊടുക്കുന്നതിലല്ല, അവനെ വീട്ടിൽ കയറ്റിയിരുത്തി ഊണുമേശയിലിരുത്തി ഒന്ന് ഭക്ഷണം കൊടുക്കാൻ നമുക്ക് മനസ്സുണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നമ്മളെപ്പോലെ നമ്മൾ അവനെ കാണുന്നു. 1000 വർഷം കൂടിയൊക്കെ കഴിയുമ്പോൾ ശരിയാവുമായിരിക്കില്ലേ? മനസ്സിലാവുന്നുണ്ടോ ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പം നമ്മൾ സാമൂഹികമായ ഈ തരത്തിലുള്ള ഒരു മൽപ്പിടുത്തം, ഇതിനൊക്കെ മൽപ്പിടുത്തം വേണ്ടയോ? ഇപ്പോൾ വീട്ടിലൊരാൾ പറയാണ്, അയ്യോ കൊച്ചുങ്ങൾ പറയും, അയ്യോ അമ്മച്ചി അയാളിവിടെ വീട്ടിൽ കയറ്റിയിരുത്തി ഭക്ഷണം കൊടുക്കും, അയാൾ ഭിക്ഷക്കാരൻ, അവനൊന്നും കയറ്റാൻ കൊള്ളില്ല, ഇത് കൊടുക്കുക, അവർക്ക് കിട്ടുള്ളൂ കൊടുത്തു. ഇപ്പോൾ അവിടെയാണ് പറയുന്നത്, ഞാൻ വന്നിരിക്കുന്നത് ഭിന്നത ഉണ്ടാക്കാനാണ്. എന്താ ഈ ഭിന്നത? ഇവിടെ ദൈവരാജ്യത്തിൻ്റെ സ്നേഹം തുടിക്കുന്ന ഒരാത്മാവ്, പക്ഷെ മറ്റുള്ളവർക്കത് മനസ്സിലാവുന്നില്ല. നമ്മൾ സാധാരണ പെരുന്നാളാണ്, ഇപ്പോൾ ഈസ്റ്റർ ആകുമ്പോൾ പലഹാരങ്ങൾ അടുത്ത വീട്ടുകാർക്ക് കൊടുക്കില്ലേ? എന്തുകൊണ്ടാണ്? ദീപാവലിക്ക് അവർ നമ്മുടെ വീട്ടിലേക്ക് പലഹാരം തന്നു ഇല്ലേ? ഓണത്തിന് നമ്മുടെ വീട്ടിലേക്ക് പലഹാരം തന്നു. അതുകൊണ്ട് നമ്മൾ അതേപോലെ തന്നെ അത്രയെങ്കിലും തന്നെ അവർക്ക് തിരിച്ചു കൊടുക്കണം. നമ്മുടെ മോളുടെ കല്യാണത്തിന് അവളൊരു മോതിരം തന്നു, അതുകൊണ്ട് അവളുടെ മോളുടെ കല്യാണത്തിന് നമ്മളും ഒരു മോതിരം കൊടുക്കണം. ശരിയാണോ? ഇതൊക്കെ ചെയ്യോ ഇല്ലയോ? ചെയ്യും. വലിയ കാര്യം. പക്ഷേ അതല്ല വലിയ കാര്യം. നിന്നെ സ്നേഹിക്കുന്നവർക്ക് ഇതൊക്കെ ചെയ്തതുകൊണ്ട് എന്ത് കാര്യം? വിജാതീയരും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, പാപികളും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പം നമ്മൾ ഇത്രയുമ്പോഴായിട്ടുള്ളൂ, തീർച്ചയായിട്ടും നമ്മൾ വലുതാവും. അപ്പോൾ ഇവിടെ മൽപ്പിടുത്തുണ്ടോ? ഇവിടെ ഇപ്പോഴും നമ്മൾ മണ്ണുമാതിരി തന്നെയാണ്. ആ മണ്ണിൻ്റെ സ്വഭാവത്തിൽ നിന്ന് നമ്മൾ വിണ്ണിൻ്റെ സ്വഭാവത്തിലേക്ക് കുറച്ച് ബലം പിടിക്കണോ? അത് ആവണമെന്നുണ്ടെങ്കിൽ ശരിക്കും മനസ്സിലാവണമെന്നില്ല. ഇപ്പോൾ നമ്മളുടെ അടുത്ത് ഇപ്പം അങ്ങനെ നമ്മൾ വീട്ടുകാർക്കൊക്കെ കൊടുത്തു. അപ്പോൾ ഇപ്പോഴൊക്കെ ഒരുപാട് പുറത്തുനിന്നുള്ള ആൾക്കാർ, ഒരു ബീഹാറി ഫാമിലി അവിടെ അടുത്ത് വന്നിട്ടുണ്ടെന്ന് വിചാരിച്ചോ. അപ്പോൾ നമ്മുടെ മക്കൾ പറയുന്നേ, ഒരു നോർത്ത് ഇന്ത്യൻ ഫാമിലി വന്നിട്ട് നമുക്ക് ഈ പെരുന്നാളിന് അവർക്ക് നീ പിന്നെ ഇനി ഇല്ലാത്ത കാര്യമൊന്നും ഉണ്ടാക്കണ്ട, അത് വെറുതെ അവർ ഇപ്പോൾ വന്ന ആൾക്കാരാണ്, ഇനിയിപ്പോൾ അവരെ നമ്മൾ അങ്ങോട്ട് കൊടുക്കും, പിന്നെ അവർ ഇങ്ങോട്ട് തരും, വേറെ ഉണ്ടാകണ്ട, അത് അവർ ഇപ്പോൾ പുതിയ വന്ന ആൾക്കാരാണ്, അവർ നാളെ പോവായിരിക്കും. ഇങ്ങനെയും ചിന്തിക്കാൻ പാടില്ലായക ഉണ്ടോ? ചിന്തിക്കുകയോ ഇല്ലയോ?
ചിന്തിക്കാം. പക്ഷെ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഇല്ല, അവർ ബീഹാറികളാണ്, അവർ ഹിന്ദിക്കാരാണ്, അവർ ക്രിസ്ത്യാനികളല്ല, അവരെ നമ്മളൊക്കെ സ്നേഹിക്കണം, അവരെ നമ്മുടെ കൂട്ടത്തിലേക്ക് കൊണ്ടുവരണം. അതുകൊണ്ട് നമുക്ക് ഈ ഈസ്റ്ററിന് അവരെയും കൂടി നമ്മുടെ വീട്ടിൽ വിളിച്ച് ഭക്ഷണം കൊടുക്കണം എന്ന് പറയുമ്പോൾ മൽപ്പിടുത്തത്തിൽ ആര് ജയിച്ചു? മണ്ണിനോട് മല്ലടിച്ചോ? മണ്ണിൻ്റെ സ്വഭാവം മാറി നമ്മൾക്ക് നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന സ്വഭാവത്തിൽ കുറച്ചും കൂടി പുരോഗമനം വരും. പക്ഷെ അതല്ല പുതിയ നിയമത്തിൻ്റെ സ്റ്റാൻഡ്. ഇത് പഴയ നിയമം. പുതിയ നിയമത്തിൽ എന്താ പറയണത്? ഞാൻ നിന്നെ സ്നേഹിച്ച പോലെ നീ അവരെ സ്നേഹിക്കുക. വ്യത്യാസമുണ്ട്. ഞാൻ നിന്നെ സ്നേഹിക്കാൻ എന്ത് ചെയ്തു? നീ ശത്രുവായിരിക്കെ, നീ പാപി ആയിരിക്കെ, നീ ഒരു ശത്രുവായിരിക്കെ ഞാൻ നിന്നെ സ്നേഹിച്ചു. മാത്രമല്ല, ഞാൻ എൻ്റെ ജീവൻ നൽകി നിന്നെ സ്നേഹിച്ചു, രക്തമൊഴുക്കി ഞാൻ നിന്നെ സ്നേഹിച്ചു. ആ സ്നേഹം നിന്നിൽ ഞാൻ തന്നിരിക്കുകയാണ്. അത് നീ ഇനി മറ്റുള്ളവർക്ക് കൊടുക്കും. ഭയങ്കര വ്യത്യാസം അത്. അപ്പോൾ ആ പഴയ നിയമം പുതിയ നിയമം തമ്മിലുള്ള, പഴയ നിയമത്തിൽ ഇതെല്ലാം ഒരു ഒരുക്കമായിരുന്നു. ഒരുക്കം, അതിൻ്റെ പൂർണ്ണതയല്ല. പൂർണ്ണത വരുന്നത് ആരിലൂടെയാണ്? ഈശോയിലൂടെയാണ്. അതുകൊണ്ട് നമ്മൾ പഴയ നിയമം വായിക്കുമ്പോൾ ഈ ഒരു കണക്ക് നമുക്കുണ്ടാകണം. പഴയ നിയമത്തിൽ ഇതെല്ലാം ത്തിൻ്റെ ഒരുക്കമായിരുന്നു. അത് ഈ വായിച്ച് എവിടെയത്? പഴയ നിയമം എബ്രായ ലേഖനത്തിൽ 10-ാമത്തെ അധ്യായം, എബ്രായർ 10-ാമത്തെ അധ്യായത്തിൽ ആരംഭത്തിൽ പറയുന്നത് എന്താ? നിയമം വരാനിരിക്കുന്ന നന്മകളുടെ നിഴൽ മാത്രമാണ്, അവയുടെ തനി രൂപമല്ല. വരട്ടെ, ഞാൻ അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് ഇപ്പം നമ്മൾ എത്രയും സമയം? 3. നമ്മളൊരു 3:30 മണിക്ക് ഈശോനെ എഴുന്നള്ളിച്ച് വെച്ച് കുറച്ച് നേരം ആരാധിച്ച് പ്രാർത്ഥിക്കും. 4 മണിക്ക് അവസാനിപ്പിക്കും കേട്ടോ. 4 മണിക്ക് തന്നെ അവസാനിപ്പിച്ചോളാം. അതുകൊണ്ട് ഇനി ആരും വാച്ച് നോക്കണ്ട. 4 മണിക്ക് തന്നെ അവസാനിപ്പിക്കാം. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇരിക്കണം. അതിനിടയ്ക്ക് 5 മിനിറ്റിന് നേരത്തെ പോയാൽ പോയി, കിട്ടൂല. അവസാനം കിട്ടാനുള്ളത്, അവസാനം കിട്ടുന്നതാണ് കൂടുതൽ. അയാൾ പറഞ്ഞില്ല, അവസാനം വന്ന ആൾക്ക് ദിവസം മുഴുവനും ജോലി ചെയ്ത ആൾക്ക് എടുത്ത് അതേ ശമ്പളം കിട്ടി. അതുകൊണ്ട് നിങ്ങളാരും പോകരുത് അവസാനം വരെ. ശ്രദ്ധിക്കണം. ഈ പുതിയ നിയമവും പഴയ നിയമവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവുമ്പോഴാണ് ശരിക്കും നമ്മൾക്ക് സന്തോഷം ഉണ്ടാവുന്നത്. അത് ഞാൻ പറയാം. അതിനു മുമ്പ് ഈ ഒരു ആശയം കൂടി വന്നു. ഇപ്പോൾ നമ്മൾ ഉരുത്തിരിഞ്ഞ് വന്നൊരാശയം എന്താ? ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് പണ്ടേ ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ആദത്തെയും ഹവ്വയും അങ്ങനെ ആയിരുന്നു. എങ്കിലും അവരതിൽ അജ്ഞരായിരുന്നു. നമുക്കിപ്പോൾ മനസ്സിലാക്കാം, ഈ അജ്ഞത ഇപ്പോഴും നമ്മളിലൊക്കെ കുറച്ചുണ്ടോ ഇല്ലയോ? ഉണ്ടോ? ഇപ്പോൾ അതൊന്നും ചിന്തിക്കുക. എന്താണ് ഈ ഛായ, എന്താണ് ഈ സാദൃശ്യം എന്നതിൻ്റെ അർത്ഥം? ദൈവത്തിൻ്റെ ഛായയിലാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. എന്താ അതിൻ്റെ അർത്ഥം? ഛായ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഛായ എന്ന് പറഞ്ഞാൽ ഇത് ഛായയാണ്. ഛായയിലും സാദൃശ്യം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇമേജ് ആൻഡ് ലൈക്ക്നെസ്. ദൈവത്തിൻ്റെ സത്ത പറഞ്ഞു. ഓരോരുത്തരോരോന്നും പറഞ്ഞു. നമ്മളിത് ചെറിയ ഗ്രൂപ്പല്ലേ, ഒന്ന് ചിന്തിക്കുക. ദൈവത്തിൻ്റെ ആത്മാവ് അടുത്ത് വരുന്നുണ്ട്. അത് 2ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരവാണ്. സാദൃശ്യം എന്താണ്? സാദൃശ്യം ഇതറിയായിരുന്നെങ്കിൽ ഇപ്പം പെട്ടെന്ന് പറഞ്ഞേനെ. ഇപ്പം എല്ലാവരും തോറ്റു എന്ന് തന്നെ പ്രഖ്യാപിക്കണം. നിങ്ങൾ തോറ്റില്ല എന്നാൽ ഉത്തരം പറയും. ഉത്തരം പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ തോറ്റു. ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് മനുഷ്യർ. എന്താണ് അതിൻ്റെ അർത്ഥം? എന്താണ് ഈ ഛായ എന്ന് പറഞ്ഞാൽ?
അതെന്താണ്? അതിന് വേറൊരു വാക്കുണ്ട്. അതിന് വേറൊരു വാക്കുണ്ട്. ദൈവത്തിൻ്റെ സത്ത. അതിനെന്തെന്നാ പറയാ? ദൈവത്തിൻ്റെ സത്തയ്ക്ക് സത്ത എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലാവണില്ല. സത്ത, സ്നേഹം, രൂപം എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാക്കി താഴെ വന്നു. മറ്റൊരു ദൈവം കണ്ടോ? നിങ്ങളെല്ലാം അതിന് ചുറ്റും കിടന്ന് കറങ്ങുന്നുണ്ട്. അതിനൊന്നും കൂടി പഠിച്ചു നോക്കാം. 1:26 പറയണ എന്താ? അനന്തരം ദൈവം ഇങ്ങനെ അരുളി ചെയ്തു, നമുക്ക് എല്ലാവരും ഒന്ന് പറഞ്ഞേ, നമുക്ക് നമ്മുടെ ഇത്ര മതി, നമുക്ക് നമ്മുടെ ഛായയിൽ, നമുക്ക് നമ്മുടെ ഛായയിൽ. അപ്പൊ എന്താണ് നമുക്ക് എന്ന് പറഞ്ഞാൽ അർത്ഥം? കൂട്ടായ്മ. എന്തിൻ്റെ കൂട്ടായ്മ? അവരാരാണ് ഈ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും? ആ കൂട്ടായ്മയുടെ കുറച്ചും കൂടി വ്യക്തമായൊരു ഉത്തരം പറയൂ. അപ്പൊ ഇപ്പോഴും ഒരു ചെറിയ കാര്യമാണിത് കണ്ടോ. ഇത് നിങ്ങൾക്ക് അറിയാമായിരുന്നു ഈ ഉടനെ പറഞ്ഞേനെ. ഇപ്പൊ ഞാൻ പറയുമ്പോ അത് ഞങ്ങൾക്ക് അറിയാന്ന് പറയും. ത്രിത്വത്തിൽ ദൈവം ഏകനാണെങ്കിലും ആ ഏക ദൈവത്തിൽ 3 ആരുണ്ട്? ആളുകളുണ്ട്. അപ്പൊ ദൈവം ആരാണ്? ദൈവം ഒരാളാണ്. ദൈവം ആരാണ്? ഒരാളാണ്. ദൈവം ഒരു വ്യക്തിയാണ്. അതാണ് ദൈവത്തിൻ്റെ ഛായ. അത് മനസ്സിലാക്കാൻ ഇപ്പോൾ ദൈവം ഒരു ആനയെ സൃഷ്ടിച്ചു. ഈ ആന വ്യക്തിയാണോ? ആന വ്യക്തിയാണോ? ദൈവം സൃഷ്ടിച്ചതാണ്. ആന വ്യക്തിയാണോ? അല്ല. നല്ലൊരു പശു, പക്ഷേ ഈ പശു വ്യക്തിയാണോ? നല്ലൊരു പട്ടി, അൽസേഷൻ ഡോഗ്, വ്യക്തിയാണോ? അല്ല. നല്ല മത്സ്യം ഇവിടെ കടപ്പുറത്ത് നല്ല നീളത്തിൽ, ഇത് വ്യക്തിയാണോ? എന്തിനും മനോഹരമായ ഈ താരാമണ്ഡലം വ്യക്തിയാണോ? സൂര്യനും ചന്ദ്രനും വ്യക്തിയാണോ? അതായത് ദൈവം മറ്റൊരു സൃഷ്ടിയെയും വ്യക്തിത്വം നൽകിയിട്ടില്ല. വ്യക്തിത്വം. ഇപ്പോൾ നമ്മൾ വീട്ടിൽ ഫോൺ ചെയ്യുമ്പോൾ പറഞ്ഞു എൻ്റെ ആള് വന്നിട്ടില്ല, എൻ്റെ ആള് ജോലി കഴിഞ്ഞ് വന്നിട്ടില്ല. എന്താണ് ഈ ആളെന്ന് പറയാൻ കാരണം? എവിടെ നിന്നാണ് ഈ ആളെന്നുള്ള വാക്കുണ്ടായത്? എവിടെ നിന്നാണ് ഉണ്ടായത്? ദൈവമാണ് ആദ്യത്തെ ആൾ. ആദ്യത്തെ ആൾ ആരാണ്? ദൈവമാണ്. ഏക ദൈവത്തിൽ 3 ആളുകളുണ്ട്. ആ ആൾ വ്യക്തി എന്നുള്ള അതാണ് പ്രധാന രഹസ്യം. മനുഷ്യന് മാത്രമേ ദൈവം ഈ വ്യക്തിത്വം കൊടുത്തിട്ടുള്ളൂ. ഇപ്പം നമ്മുടെ ആളുമായിട്ട് നമുക്ക് ഒന്നാകാൻ പറ്റും ഇല്ലേ? ഈ ആദത്തിനെ സൃഷ്ടിച്ച് കഴിഞ്ഞിട്ട് വേറൊരു തമാശ പോലെ അവിടെ ഉണ്ട്. തമാശയല്ല, വലിയ കാര്യമാണ്. നമുക്ക് തോന്നുന്നു തമാശയാണെന്ന് പറയുമ്പോൾ ഇപ്പോൾ ആദത്തിനെ മാത്രം ആദ്യം സൃഷ്ടിച്ചുള്ളൂ, പാർട്ട്ണറെ സൃഷ്ടിച്ചിട്ടില്ല. ആദത്തിനോട് പറഞ്ഞു, ഈ പ്രപഞ്ചത്തിൽ ഞാൻ ഉണ്ടാക്കിയേക്കണതെല്ലാം നിനക്കുള്ളതാണ്, നീ പേരിടാൻ വേണ്ടി ഞാൻ നോക്കിയിരിക്കുകയാണ്. ഇതിനെല്ലാത്തിനും നീ പേരിട്ടോ, അതായിരിക്കും അവരുടെ പേര്. അങ്ങനെ ആദം മഹാരാജാവിൻ്റെ ഭാര്യ അങ്ങനെ ഇരുന്നു. എല്ലാ മൃഗങ്ങളും ആദത്തിൻ്റെ മുമ്പിലൂടെ ഇങ്ങനെ പോയി. ആദം അവർക്കെല്ലാം പേരിട്ടു. എന്നിട്ട് അടുത്ത വചനം പറയാണ്, എങ്കിലും അവന് യോജിച്ച ഒരു ഇണയെ കണ്ടില്ല. അപ്പം ആദത്തിൻ്റെ കണ്ണ് എവിടെയായിരുന്നു നോക്കി? നമ്മളൊക്കെ 10ാം ക്ലാസ്സിൽ പഠിച്ചിരുന്നപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നില്ലേ? നമ്മൾ 10ാം ക്ലാസ്സിലാണ് പോകണമെങ്കിൽ നമ്മളൊന്ന് നോക്കണുണ്ട്, ഇത് നമുക്ക് പറ്റിയ ഒരാളാണോ? മനുഷ്യൻ്റെ സ്വഭാവമാണത്. ആദത്തിന് അന്നേ ഉണ്ടായിരുന്ന സ്വഭാവമാണ് ഈ പറ്റിയ ഒരു ഇണയെ. എന്തുകൊണ്ടാണ് അങ്ങനെ അവിടെ എഴുതിയിരിക്കുന്നത്? അവന് പറ്റിയ ഒരു ഇണയെ കണ്ടില്ല എന്ന് എഴുതിയിരിക്കുന്നതിൻ്റെ ആഴമായൊരർത്ഥം എന്താ? ആഴമായ അർത്ഥം എന്താ? ആദത്ത് എന്ന ഒരു വ്യക്തിയെപ്പോലെ മറ്റൊരു വ്യക്തി
ഇല്ല. അതായത് ഈ മൃഗങ്ങളൊന്നും ഒരു വ്യക്തിയല്ല, വ്യക്തിത്വമില്ല അവയ്ക്ക്. മനസ്സിലായോ? എന്നാൽ അവ ഇണയായിട്ടാണ് പോകുന്നത്. അതാണ് ആദത്തിനെ ചൊടിപ്പിച്ചത്. എടാ, അവരുടെ സ്നേഹം കണ്ടോ, അവർ ഉമ്മ വെച്ച് കെട്ടിപ്പിടിച്ചൊക്കെ പോവുകയാണ്. ആര്? പട്ടിയും പൂച്ചയും. ഈ കുതിരയും പിന്നെന്താ ആ വരയുള്ള വരവരെയുള്ള തല ജിറാഫൊക്കെ പരസ്പരം ഉമ്മ വെച്ച് പോണ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര റൊമാൻറ്റിക് ഫീലിംഗ് ഉണ്ടാകാം. മനസ്സിലാവുന്നുണ്ടോ? എല്ലാം ഇണയായിട്ട് പോകുന്നു. ആദ്യം നോക്കിയപ്പോൾ ഇത് എന്ത് പരിപാടി കർത്താവ് ചെയ്തത്? എൻ്റെ ഇണ എവിടെ? കണ്ടോ, ഒരു ഭയങ്കര ആഗ്രഹം. അവനൊരു ഇണയില്ലാത്ത അവസ്ഥ. അപ്പോഴാണ് എൻ്റെ ജീവിതം ഒരു പൂർണ്ണത ആവണമെങ്കിൽ എൻ്റെ ഇണ വേണം, എനിക്ക് പറ്റിയ ഇണ വേണം. അന്ന് രാത്രി അവൻ ആ വേദനയോടെയാണ് കിടന്നുറങ്ങിയത്. നമ്മൾ കല്യാണമൊക്കെ ആലോചിച്ചിട്ട് നടക്കാണ്ടാകുമ്പോൾ ഒരു വേദനയുണ്ടല്ലോ. ചില കാര്യം വേണ്ടാന്ന് വെച്ച് നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കേസായിരുന്നു. പക്ഷേ അവർ പറഞ്ഞ് ഇഷ്ടമില്ല എന്ന് പറഞ്ഞു. അന്ന് രാത്രി പ്രയാസം ഉണ്ടായോ? ഭയങ്കര ഒരു മനപ്രയാസത്തിൽ എന്ന മാതിരിയായിരുന്നു ആദം അന്ന് രാത്രി കിടന്നുറങ്ങിയത്. എന്തിനു പറയണു? രാവിലെ എഴുന്നേറ്റപ്പോഴേ ആദത്തെ പോലെ തന്നെ ഉള്ള ഒരു ആള് തൊട്ടടുത്ത് കിടക്കണം. എന്താ കണ്ടിട്ട് പറഞ്ഞത്? മാൻ. അതാണ് WOMAN, വുമൺ എന്ന് പറയുന്നത്. മാൻ എന്ന് പറഞ്ഞ് അവരങ്ങ് കെട്ടിപ്പിടിച്ച്. അപ്പോഴാണ് ആദത്തിന് മനസ്സിലായി, ഞാൻ ഒരു വ്യക്തിയാണെന്നും എനിക്കിണങ്ങിയ മറ്റൊരു വ്യക്തി ഉണ്ടായാലേ എൻ്റെ ജീവിതം പൂർണ്ണമാകുന്നുള്ളൂ. അപ്പോൾ ദൈവം എന്തിനാണ് മനുഷ്യനെ വ്യക്തിയായി സൃഷ്ടിച്ചത്? ദൈവത്തിനും കല്യാണം കഴിക്കാൻ ഒരാൾ വേണം. ഈ പറയുന്ന ഭാഷ മനസ്സിലാവുന്നുണ്ടോ? ദൈവം ഒരു മണവാളൻ്റെ മാതിരിയാണ്, മണവാട്ടിയില്ല. അപ്പോൾ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ആണായാലും പെണ്ണായാലും മനുഷ്യൻ്റെ ആത്മാവ് മണവാട്ടിയെ പോലെയാണ് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ മനുഷ്യരെല്ലാവരും ചേരുന്ന മനുഷ്യവംശം മുഴുവനും ദൈവത്തെ സംബന്ധിച്ച് മണവാട്ടിയാണ്. അപ്പം ഈ മണവാട്ടിയാകുന്ന നമ്മുടെ ആത്മാവ്, അല്ലെങ്കിൽ മണവാളനാകുന്ന ദൈവാത്മാവിന് ഒരു കഴുതേനെ പോയിട്ട് മണവാട്ടിയാക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാ? അതൊരു വ്യക്തിയല്ല. മനസ്സിലായോ? ഒരു കുതിരേനെ ആയിട്ട് മണവാട്ടിയാക്കാൻ പറ്റില്ല, ഒരു ആനേനെ മണവാട്ടിയാക്കാൻ പറ്റില്ല. കാരണം അവയ്ക്കൊന്നിനും ആത്മാവില്ല. ജീവനുണ്ട്, പക്ഷെ ആത്മാവില്ല. മനുഷ്യൻ ഒരു സൃഷ്ടിക്ക് മാത്രമാണ് ദൈവം വ്യക്തിത്വവും ആത്മാവും കൊടുത്തിരിക്കുന്നത്. അതാണ് വ്യക്തിത്വമാണ് ഇമേജ്, ആത്മാവും അനന്തതയുമാണ് സാദൃശ്യം എന്ന് പറയുന്നത് അവൻ്റെ ജീവിതം ദൈവത്തെ പോലെ തന്നെ അനന്തമാണ്. ഒന്ന് കൈവീശി കാണിച്ചത് ഇത് വിടല്ലേ. നമ്മൾ ഓരോരുത്തരും ദൈവം സൃഷ്ടിച്ചപ്പോൾ തന്നെ ദൈവത്തെ പോലെ തന്നെ ആത്മീയവും അനന്തവുമാണ്. അതുകൊണ്ടാണ് നമുക്ക് ദൈവവുമായിട്ട് ഒരു മണവാളൻ ബന്ധം. അതുകൊണ്ട് ദൈവം നമ്മളെ ഒരു ജീവിത പങ്കാളിയെ പോലെയാണ് കാണുന്നത്. അതാണ് ദൈവവും മനുഷ്യനുമായ ബന്ധത്തിൻ്റെ. അതുകൊണ്ടാണ് കാറ്റഗിസത്തിലെല്ലാം ആദ്യത്തെ ചാപ്റ്റർ, ആദ്യത്തെ ആർട്ടിക്കിൾ തന്നെ പറയുന്നത്, അനന്തഗുണസമ്പന്നനും തന്നിൽ തന്നെ സൗഭാഗ്യവാനുമായ ദൈവം കേവലം നന്മ മാത്രം ലക്ഷ്യമാക്കി സ്വതന്ത്ര മനസ്സോടെ തൻ്റെ സൗഭാഗ്യത്തിൽ ഭാഗഭാക്കാകുവാൻ വേണ്ടി മനുഷ്യനെ സൃഷ്ടിച്ചു. ഭാഗഭാക്കാകുക എന്ന് പറഞ്ഞാൽ പങ്കാളിയാകാൻ വേണ്ടി. എന്തിനാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്? അനന്ത ഗുണസമ്പന്നനായ ദൈവം
തന്നിൽ തന്നെ സൗഭാഗ്യവാനായ ദൈവം കേവലം നന്മ മാത്രം ലക്ഷ്യം വെച്ചു സ്വതന്ത്ര മനസ്സോടെ തന്റെ സൗഭാഗ്യത്തിൽ പങ്കാളിയാകാൻ മനുഷ്യനെ സൃഷ്ടിച്ചു. God created man to make him sharer of his own life. ദൈവത്തിന്റെ ജീവനിൽ പങ്കാളിയാകാൻ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. അപ്പൊ ദൈവത്തിന്റെ ജീവനിൽ പങ്കാളിയാകണമെങ്കിൽ ദൈവത്തെ പോലെ തന്നെയുള്ള വ്യക്തിത്വം ഉണ്ടായാലേ ഇത് പറ്റുള്ളൂ. മനസ്സിലായില്ലേ? ദൈവത്തെ പോലെയുള്ള ഒരു വ്യക്തിത്വവും ദൈവത്തെ പോലെയുള്ള ആത്മാവും ഉണ്ടെങ്കിൽ മാത്രമേ ഈ പങ്കാളിത്തം സാധ്യമാകുകയുള്ളൂ. അതിനാണ് നമുക്ക് ജീവിത പങ്കാളി. എൻ്റെ ജീവിത പങ്കാളി ജോലി കഴിഞ്ഞ് വന്നിട്ടില്ല, ജീവിത പങ്കാളി. അപ്പൊ എന്ന പോലെ തന്നെയാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചപ്പോൾ തന്നെ എന്തുദ്ദേശിച്ച സൃഷ്ടിച്ചത്? എനിക്കൊരു ജീവിത പങ്കാളി ഉണ്ട്. ഇത്തരത്തിൽ ഈശോയെ ഒന്ന് സ്നേഹിച്ചു നോക്കി. ഒരു പ്രേമമാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. ആരോടുള്ള പ്രേമം? ദൈവത്തോടുള്ള പ്രേമം. ഒരു റൊമാൻറ്റിക് ഫീലാണ് ഇതിന് മുഴുവനുള്ളത്. അപ്പോൾ ദൈവം നമ്മളെ പ്രേമിക്കുന്നു, നമ്മൾ തിരിഞ്ഞു നോക്കാണ്ട് അങ്ങോട്ട് പോകുമ്പോൾ പ്രേമം നടക്കുമോ? പറയും. പ്രേമം എന്ന് പറയുമ്പോൾ ദൈവത്തെ കാണുമ്പോൾ തന്നെ ഒരു മൂളിപ്പാട്ടൊക്കെ ഒന്ന് പാടും. എന്താ നമുക്ക് പറഞ്ഞ മൂളിപ്പാട്ട്? നമ്മുടെ മൂളിപ്പാട്ട് ഇതാണ്: എന്നോട് കൃപയുണ്ടാകണമേ ദൈവമേ, എന്നോട് കൃപ തോന്നണമേ. ഓഹോ, ആ പാട്ട് കേട്ടപ്പോൾ നമ്മുടെ മണവാളനൊരു നോട്ടം. ഹലോ, വാ മണവാട്ടി, വാ, നമുക്ക് ഒരുമിച്ച് പാടാം. അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ. ശരി, ഞാൻ നിനക്ക് വേണ്ടി എല്ലാം ചെയ്തു വരാം, നീ എൻ്റെ കൂടെ പോരെ. കൂടെ പോരാമോ? ആ, പോരാം. ഇതാണ് എടയനും ആടും. ഇപ്പം ഈ ആട് എടയൻ്റെ കൂടെ പോകുകയാണെങ്കിൽ എന്ത് കിട്ടുമെന്നാണ് പറഞ്ഞേ? നിനക്ക് വേണ്ടി എല്ലാം ഞാൻ തരും. നിനക്ക് ഞാൻ പച്ചയായ പുൽത്തകടിയിൽ കൊണ്ടുപോകും, നിനക്ക് ജലാശയത്തിൽ കൊണ്ടുപോകാം, നിനക്ക് അവിടെ കൊണ്ടുപോകാം, എല്ലാം ഞാൻ നോക്കിക്കോളാം. ഇത്ര എളുപ്പമാണോ? ഇതാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. അതിന് പകരം ദൈവം ഇങ്ങോട്ട് വരുന്നത് കണ്ടപ്പോൾ ഇസ്രായേൽ ജനം അങ്ങോട്ട് പോയി. അവരോട് ഇങ്ങോട്ട് നടക്കാൻ പറഞ്ഞപ്പോൾ അവർ അങ്ങോട്ട് നടന്നു. അപ്പോൾ അവർക്ക് പ്രേമമുണ്ടോ? അവർക്ക് സ്നേഹമുണ്ടോ? സ്നേഹം ദൈവത്തിനുണ്ടെങ്കിലും ഇതൊന്നും നമുക്ക് അനുഭവമാവുന്നില്ല. ഈ അനുഭവമാണ് യഥാർത്ഥത്തിൽ ആ വ്യക്തിത്വത്തിൽ നിന്നുണ്ടാകുന്നത്. ഞാൻ, അതായത് ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യവും എന്നുള്ള അനുഭവത്തിൽ നിന്നാണ് നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ഉണ്ടാകുന്നത്. പ്രാർത്ഥന എന്ന വാക്ക് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഉദ്ദേശിച്ചേക്കണത് കുറേ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ തരണ ഒരാൾ എന്നുള്ള മാതിരിയാണ്. അത് മനസ്സിലാക്കണം നല്ലതാണ്. ജോൺ ഓഫ് ദ ക്രോസിൻ്റെ വലിയ പണ്ഡിതനാണ്, എന്നാൽ അദ്ദേഹം എഴുതിയിരിക്കുന്ന വളരെ ലളിതമായൊരു കാര്യം ഇതാണ്. ഇത് നമ്മളെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ്. അപ്പം നമ്മൾ വീട്ടിൽ നല്ല കറി ഉണ്ടാക്കി, നിങ്ങൾ മീൻകറി ഉണ്ടാക്കുന്നത് നല്ല എരിവൊക്കെ ഇട്ടുകൊണ്ടാണോ? അല്ലേ? അങ്ങനെ നല്ല എരിവൊക്കെ ഇട്ട് നല്ല മീൻകറി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അമ്മച്ചിക്ക് തോന്നുകയാണ്, അയ്യോ, ഇതെൻ്റെ കൊച്ചു മോള് കഴിക്കാൻ കൊള്ളില്ലല്ലോ, അവൾക്ക് ഈ എരിവുള്ള മീൻകറി അവൾക്ക് സുഖകരമല്ല, അവളുടെ ആരോഗ്യത്തിന് കൊള്ളില്ല, അത് കഴിക്കുമ്പോൾ തന്നെ വായൊക്കെ എരിയാൻ തുടങ്ങും. അപ്പോൾ അമ്മ എന്ത് ചെയ്തു? എൻ്റെ മോൾക്ക് നല്ല വേറെ ഒരു കറി ഉണ്ടാക്കാം, എരിവൊന്നുമില്ലാണ്ട് മുള്ളൊന്നുമില്ലാണ്ട് നല്ല അവൾക്ക് പറ്റിയ രീതിയിൽ. നമുക്കറിയാമല്ലോ നമ്മുടെ മോൾക്ക് എന്താണ് വേണ്ടത്, നല്ല പോഷകങ്ങളൊക്കെ ഉള്ള അവളുടെ ശരീരത്തിന് അനുയോജ്യമായ ഒരു കറി ഉണ്ടാക്കി, ഭയങ്കര സന്തോഷത്തോടെ ഉണ്ടാക്കി. രണ്ടാമതുണ്ടാക്കി, നമ്മുടെ മെയിൻ കുക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഇതിനു വേണ്ടി മാർക്കറ്റിൽ പോയി സാധനം മേടിച്ച് കൊണ്ടുവന്ന് അരിഞ്ഞ് വേറെ അടുപ്പത്ത് വേറെ പാത്രത്തിലൊക്കെ ഉണ്ടാക്കി, ഭയങ്കര സ്നേഹത്തിലുണ്ടാക്കി.
ഭക്ഷണം മേശയിൽ ഇത് നിരത്തിയപ്പോൾ പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടി മാത്രം ഒരെണ്ണുണ്ടാക്കിയിട്ടോ. അപ്പോഴേ മുതൽ ഈ കൊച്ചു കരയാൻ തുടങ്ങി. എനിക്കത് വേണ്ട. അതെന്താ? എനിക്ക് മമ്മി കഴിക്കണ ആ ചുമന്ന മീൻകറി മതിയെന്ന്. അയ്യോ മോളെ, ഇത് കഴിച്ച നിന്റെ വായെരിയും, നിനക്കിത് കഴിക്കാൻ കൊള്ളില്ല. എനിക്കത് മതി. മമ്മി പറഞ്ഞു, അയ്യോ ഇത് നിനക്ക് വേണ്ടി മാത്രം ഞാൻ ഉണ്ടാക്കിയതാണ്, ഞാൻ എന്തോ ഒരു സ്നേഹത്തോടെ ഉണ്ടാക്കിയതാണെന്നറിയാമോ. എനിക്കത് വേണ്ട, എനിക്ക് അത് മതി. ഒരു പക്ഷേ 9 പ്രാവശ്യം കരഞ്ഞു എന്ന് വിചാരിച്ചോ. അപ്പോഴേക്കും അപ്പം പറഞ്ഞു, അത് കൊടുക്ക്, അത് ചോദിക്കണത് കൊടുത്ത് കേസ് അവസാനിക്കും, അത് ചോദിക്കണത് കൊടുത്ത് അവസാനിപ്പിക്കുക, അല്ലെങ്കിൽ പിന്നെ അതൊന്നും കഴിച്ചില്ലെന്ന് വരും. അതിനാണ് ഉദ്ദിഷ്ടകാര്യം സാധിച്ചു എന്ന് ഉപകാരസ്മരണ എല്ലാം കിടത്തും. 9 പ്രാവശ്യം പ്രാർത്ഥിച്ചു, കിട്ടി, ഉദ്ദിഷ്ടകാര്യം സാധിച്ചതിന് ഉപകാരസ്മരണം നടത്തി. പക്ഷേ എന്താ പ്രാർത്ഥിച്ചത്? നമുക്ക് ആവശ്യമുള്ളൊരു സാധനമാണ്. പക്ഷെ അതിനു മുമ്പ് ദൈവം എന്തോ വളരെ 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 നല്ല ഒരു സാധനം നമുക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചത് ഇപ്പോഴും അവിടെ ഇരിക്കുക. ഇതാണ് യോഹന്നാൻ ക്രൂസ് പറയുന്നത്, നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ഇതുപോലെയാണ്. പ്രൈസ് ദ ലോർഡ്. നമ്മുടെ ബുദ്ധിയിൽ ഇപ്പം തന്നെ പറഞ്ഞില്ലേ, മണ്ണിനോട് മല്ലിട്. അപ്പോൾ ഇത് മണ്ണിനോട് മല്ലിടാണ്ട് നമ്മുടെ മണ്ണിൻ്റെ സ്വഭാവം വെച്ചുകൊണ്ടൊരു സാധനം ചോദിച്ചു, നമ്മൾ കിടന്ന് കരച്ചു. ഇപ്പം നമ്മൾ വീട്ടിൽ കാണാം കൊച്ചു പിള്ളേർ തന്നെ. ഇപ്പം കുഞ്ഞു പിള്ളേർ പറയും, നീ മമ്മീനോട് പോയി ചോദിച്ചുകൊണ്ട് പോയത്, നീ ഇത് മേടിച്ചിട്ട് വാ, മമ്മി തരൂല, തന്നില്ലേ നീ അങ്ങ് കരഞ്ഞോ, അപ്പം തരുമെന്ന് പറയും. എന്നാൽ ശരി. അവളവിടെ ചെന്നിട്ട് ഒരു സാധനം ചോദിച്ചു, മമ്മി തന്നില്ല. അവിടെ അയ്യോ എന്നാ വേഗം പിടിച്ചോളാം, കൊടുത്തു, വേഗം കിട്ടി. എന്താ കരയുന്ന കൊച്ചിന് കിട്ടണം. പക്ഷേ ദൈവം അവിടെ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഒന്നുണ്ട്, അതിനു വേണ്ടി കരയാൻ ആളില്ല, അതിനുവേണ്ടി കരയുന്നില്ല, അത് കാണുന്നില്ല. ഇതൊക്കെ ജ്ഞാനത്തിൻ്റെ പ്രവർത്തനമാണ്. ഞാൻ കുറേ വർഷമായി ഈ ഒരു രഹസ്യം അറിഞ്ഞിട്ട് എൻ്റെ പ്രാർത്ഥന എപ്പോഴും ഇങ്ങനെയാണ്, പിതാവേ അങ്ങ് എനിക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നത് എൻ്റെ കണ്ണ് കാണുകയോ കാത് കേൾക്കുകയോ എൻ്റെ മനസ്സിൽ ഉൾക്കൊള്ളുക പോലും ചെയ്യാൻ പറ്റാത്ത വലിയതാണ്, അതെനിക്ക് തായോ, അതെനിക്ക് താ. ഒന്ന് പ്രാർത്ഥിച്ചാലോ? അങ്ങനെ ഇന്ന് അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ച് നോക്ക് നിങ്ങൾ. നാളെ പ്രഭാതമാവണയ്ക്ക് മുമ്പ് എന്താ ഉണ്ടാവണമെന്ന് കണ്ടോ? അത്ഭുതകരമായ കാര്യങ്ങൾ നടക്കും. അത്ഭുതം എന്ന് പറഞ്ഞാൽ കുറേ ലക്ഷങ്ങൾ കൊണ്ടുവരണതിലല്ല, നമ്മളുടെ ചിന്ത കൊണ്ട് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ നടക്കും. അതാണ് പ്രാർത്ഥന, അതാണ് പ്രാർത്ഥന. അതുകൊണ്ടാണ് പ്രാർത്ഥന ഈശോ തന്നെ പഠിപ്പിക്കുകയാണ് ചെയ്തത്. ഈശോ ഒരുപാട് കാര്യമൊന്നും, അല്ലെങ്കിൽ ഈശോയുടെ അടുത്ത് അപ്പസ്തോലന്മാർ ചെന്നിട്ട് ഞങ്ങളെ അത് പഠിപ്പിക്കണം ഇത് പഠിപ്പിക്കണം എന്ന് ഒരുപാടൊന്നും പഠിപ്പിക്കാൻ ചോദിച്ചില്ല. അവർ ഒരു കാര്യം മാത്രമേ ചോദിച്ചുള്ളൂ. എന്താ? ഒന്ന് കൈവീശി കാണിച്ച് എന്താ ഈശോയോട് ചോദിച്ചത്? ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണേ. കാരണം പ്രാർത്ഥിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാര്യവും നടക്കും. ഇന്ന് നമ്മൾക്ക് പ്രശ്നങ്ങളും കഷ്ടതകളും ബുദ്ധിമുട്ടുകളും ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ വേണ്ട രീതിയിൽ പ്രാർത്ഥിക്കുന്നില്ല എന്നാണ് അർത്ഥം. ഓക്കെ, നമുക്കൊന്ന് സ്തുതിക്കാം. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഒന്ന് എഴുന്നേറ്റ് ഒന്ന് സ്തുതിച്ചിട്ട് വീണ്ടും ഇരിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. ഒന്ന് സ്വതന്ത്രമായിട്ടൊന്ന് സ്തുതിച്ചിട്ടൊന്ന് ചോദിച്ചേ, പിതാവേ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നത് അത് ഞങ്ങൾക്ക് തരണമേ, അതെനിക്ക് തരണമേ. എൻ്റെ ഹിതമനുസരിച്ചുള്ള കാര്യങ്ങളല്ല, അങ്ങയുടെ ഹിതമനുസരിച്ചുള്ള. പ്രൈസ് ദി ലോർഡ്. ഇരിക്കാം. ഇങ്ങനെയുള്ള ഈ അറിവ്, ഇതെല്ലാം ഇനി നമ്മൾ കറങ്ങിത്തിരിഞ്ഞ് വരികയാണ്.